അസഭ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് പബ്ലിക്കിനോട് പറയാൻ കൊള്ളാത്ത വാക്കുകളാണ് ഈ സ്ത്രീ വിളിക്കുകയും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഈ സ്ത്രീയെ ഇവർ കൊല്ലം സ്വദേശിനിയാണ്. അവർ പറയുന്നത് അവർക്ക് ഇതൊരു കണ്ടന്റ് ആണെന്നാണ് പറഞ്ഞത്. സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന ബിഷപ്പിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതായി പരാതി. കൊല്ലം സുധിയുടെ കുടുംബത്തിനടക്കം നിരവധി കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ഭൂമി വിട്ടു നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം സ്വദേശിനിയായിട്ടുള്ള വനിതാ യൂട്യൂബർക്കെതിരെ തൃക്കുടിത്താനം പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി യൂട്യൂബിലൂടെ തന്നെ അധിക്ഷേപിക്കുകയാണ് എന്നാണ് ബിഷപ്പ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു യൂട്യൂബർ, ഒരു വ്ളോഗറാണ് എനിക്കെതിരെ ഇപ്പോൾ ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായിട്ടും എൻ്റെ ഔദ്യോഗിക ജീവിതത്തെയും എൻ്റെ മിഷണറി ജീവിതത്തെയും എൻ്റെ പൗരോഹിത്യ ജീവിതത്തെയും ഒക്കെയും ചോദ്യം ചെയ്തുകൊണ്ട് വളരെയധികം മാനസികമായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയെയും കുടുംബത്തെയും വ്യക്തിപരമായ ജീവിതത്തെയും ഒക്കെ ഒത്തിരി വേദനിപ്പിച്ചുകൊണ്ടാണ് ഒരുപാട് വീഡിയോകൾ അവരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസമായിട്ട് എന്നെ പിന്തുടർന്നുകൊണ്ട് എന്നെ ഒരു കണ്ടൻ്റായിട്ട് ആ സ്ത്രീ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുവാൻ തക്കോണം ഇടയായത്. തൃക്കുടിത്താനം SHO MJ അരുൺ സാർ എന്നെ കേസിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി. ഞാൻ അവിടെ ചെല്ലുകയും ഞാൻ എൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അതനുസരിച്ച് ഈ സ്ത്രീയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇവരോട് പറഞ്ഞു, ഇനിയും ഇങ്ങനെ ഒരു വീഡിയോസ് ഇടരുത്, ഇനി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് അവരെ താക്കീത് ചെയ്തു. പോലീസ് അധികാരികൾ എന്നോട് ചോദിച്ചു എന്താണ് ബിഷപ്പിൻ്റെ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ ഇനിയും സൈബർ ആക്രമണം ഈ സ്ത്രീയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല, അത് അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പോയതാണ്. കേസ് വേണ്ട എന്ന് പറഞ്ഞ് തന്നെ ഞാൻ പോയതാണ്. പക്ഷേങ്കിൽ ആ പോലീസ് അധികാരികൾ അവിടെ എഴുതിപ്പിച്ച് എല്ലാം ഒപ്പിടിപ്പിച്ച് ഇവരെ അവിടെ നിന്ന് വിട്ടു. അതിനുശേഷം 1 മണിക്കൂറിനകം ഇവർ വീണ്ടും എനിക്കെതിരെ ഭയങ്കരമായ രീതിയിൽ ലൈവിലൂടെ ഇവരെന്നെ ആക്ഷേപ വാക്കുകൾ ഉന്നയിക്കുവാൻ തക്കണമിടയായി. അങ്ങനെയാണ് തൃക്കുടിത്താനം SHO കേസ് രജിസ്റ്റർ ചെയ്യുവാൻ തക്കണമിടയായത്. നിലവിൽ ആ സ്ത്രീക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, കേസെടുത്ത് കഴിഞ്ഞു. ഈ സ്ത്രീയെ അങ്ങേക്ക് എന്തെങ്കിലും തരത്തിൽ മുൻപരിചയമുള്ള വ്യക്തിയാണോ? ഞാൻ ഇവരെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല, അവരെ സംസാരിച്ചിട്ടില്ല, ഫോണിൽ വിളിച്ചിട്ടില്ല, പരിചയമേ ഇല്ല. എനിക്ക് ഒരിക്കലും ഒരു പരിചയവും ഇല്ലാത്ത ആളാണ്. ഇവർ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ടെന്ന് ഇത് എന്നെപ്പറ്റി വീഡിയോ ആയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാനിത് കണ്ടു തുടങ്ങിയത്. അപ്പോഴാണ് നിരന്തരം ഒരു കണ്ടൻ്റായിട്ടാണ് അവരെന്നെ ഉപയോഗിക്കുന്നതെന്ന് അവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. കാരണം അവർക്കൊരു ഫെയിം ഉണ്ടാകാനായിട്ട് എന്നെ ഉപയോഗിക്കുന്നു. എൻ്റെ കമ്മ്യൂണിറ്റിയെയും വൈദിക വൃത്തിയെയും മിഷണറി ജീവിതത്തെയും എല്ലാം ഹത്യ ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ഹീനമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അസഭ്യ വർഷമാണ് പലപ്പോഴും അവരവരുടെ വീഡിയോയിൽ പറയുന്നത്. ഒരു മതസ്പർദ്ധ ഉളവാക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് സമൂഹത്തിൽ വളരെയധികം ശക്തമായ രീതിയിൽ ആൾക്കാരിൽ നിന്ന് എന്നെ അറിയിക്കുവാൻ ഇടയായതുകൊണ്ടാണ് ഞാൻ നിയമപരമായിട്ട് വീണ്ടും കോടതിയിൽ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. നിർധനരായിട്ടുള്ള നിരവധി കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനൊക്കെ ഭൂമി സൗജന്യമായി നൽകിയ ഒരു വ്യക്തിയാണ്. ഇപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ രീതിയിലൊരു സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. അത് മാനസികമായി തളർത്തിക്കളഞ്ഞിട്ടുണ്ടോ? ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എൻ്റെ ചെറിയ പ്രായം മുതൽ ചെറിയ രീതിയിൽ, എനിക്ക് ഒത്തിരി ഒന്നും സാമ്പത്തികമുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് എൻ്റെ കുടുംബപരമായിട്ട് കുറച്ച് സ്വത്തുവകകൾ എൻ്റെ കയ്യിലുണ്ട്. അത് സമൂഹത്തിൽ വേദനിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ, ഒരു കയറി കിടക്കാൻ ഇടമില്ലാത്ത പാവങ്ങൾ, സാധാരണക്കാരായ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമൂഹത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് 8-10 കുടുംബങ്ങൾക്ക് ഇവിടെ വീട് വെക്കുവാൻ സ്ഥലം വിട്ടു നൽകി. അത് അവരുടെ പേരിൽ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഞാൻ താമസിക്കുന്ന വാർഡ് 10 ഒരു അംഗൻവാടിയില്ല, അത് പണിയുവാൻ തക്കണം ഞങ്ങളുടെ അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് പണിത് കൊടുക്കുവാനായിട്ട് സ്ഥലം ഗവൺമെൻറ്റിന് പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മുടെ ഇവിടുത്തെ SNDP ക്ഷേത്രത്തിലേക്ക് പോകാനൊരു വഴിയില്ലായിരുന്നു. ആ വഴി 27 സെൻറ്റ് സ്ഥലം വഴി വിട്ടുകൊടുത്തു. അങ്ങനെ എന്നാലാവുന്നത്രയും ചെറിയ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട്, തുടർന്നും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് എന്നെ ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഭയങ്കരമായ രീതിയിൽ എന്നെ ആക്രമിക്കുകയും എന്നെ മുറിവേൽപ്പിക്കുകയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിഷണറി പ്രവർത്തനങ്ങളെയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും കമ്മ്യൂണിറ്റിയെയും ലോകമെമ്പാടും എന്നെ ആദരിക്കുകയും സ്നേഹിക്കുന്ന വലിയ ഒരു സമൂഹം ജനങ്ങൾ എൻ്റെ പിൻപിലുണ്ട്. അവർക്കൊക്കെയും വളരെ വേദന ഉളവാക്കുന്ന ഈ രീതിയിലുള്ള വീഡിയോകൾ, സൈബർ അറ്റാക്ക്
ഭയങ്കരമായ രീതിയിൽ ഞങ്ങളെ മുറിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ മുൻപോട്ട് ഇങ്ങനെ നിയമപരമായിട്ട് തന്നെ നീങ്ങണമെന്ന് ആഗ്രഹിച്ച് വരുന്നത്. എന്താണെങ്കിലും ആ സ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അങ്ങയുടെ തീരുമാനം? തീർച്ചയായിട്ടും നിയമപരമായിട്ട് കോടതിയിൽ വ്യവഹാരങ്ങളുമായിട്ട് നീങ്ങുവാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സംഭവിച്ചതുപോലെ ഇനി ഒരു വൈദികർക്കോ ബിഷപ്സിനോ അച്ഛന്മാർക്കോ സന്യാസിനി സമൂഹങ്ങൾക്കോ മറ്റ് വ്യക്തിപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുറിവേൽപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ അസഭ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് പബ്ലിക്കിനോട് പറയാൻ കൊള്ളാത്ത വാക്കുകളാണ് ഈ സ്ത്രീ വിളിക്കുകയും അത് ചേഷ്ടകളിലൂടെ എൻ്റെ ഔദ്യോഗിക പൗരോഹിത്യ വസ്ത്രങ്ങളെ വളരെ മോശമായ പദങ്ങളിൽ ഉപയോഗിച്ചാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പലർക്കും അത് ഭയങ്കര മുറിവേറ്റിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നീതിന്യായ പീഠങ്ങളിൽ നിന്ന് നീതി കിട്ടുവാൻ വേണ്ടിയിട്ട് നിയമ പോരാട്ടത്തിലേക്ക് പോകുവാൻ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലും വേണ്ട എന്ന് വെക്കുന്ന അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യമാണോ? ഒരിക്കലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ എനിക്ക് ഓർമ്മയുള്ള ആരോഗ്യമുള്ള സമയം ദൈവം എനിക്ക് തരുന്ന ദിവസങ്ങൾ, എന്നാൽ ആവോളം എൻ്റെ കഴിവനുസരിച്ച് അർഹതപ്പെട്ട നിർധനരായിട്ടുള്ളവരെ ചേർത്ത് നിർത്തുവാനും, എന്നാൽ ആവോളം ജാതിയോ മതമോ സമുദായമോ കളറോ ഒന്നും നോക്കാതെ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുവാനും എനിക്കൊക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഇതുകൊണ്ട് ഈ സൈബർ ആക്രമണത്തിലൂടെ ഈ സഹോദരി പറഞ്ഞ് എന്നെ തളർത്തിക്കളയുമെന്നാണ് പറഞ്ഞത്. എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തളർത്തിക്കളയുവാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല. ഇങ്ങനെ കുറച്ച് സൈബർ ആക്രമണം ചെയ്യുന്നിടത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ മുൻപോട്ട് പോകും, അതിന് യാതൊരു സംശയമില്ല. ഞാൻ തുടർന്നു എനിക്ക് ദൈവം തരുന്ന സമയങ്ങൾ സാധുക്കളോടൊപ്പം, പ്രിയപ്പെട്ടവരോടൊപ്പം അവരോട് ചേർന്ന് നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൂടെ ഞാൻ എൻ്റെ മാനസിക സന്തോഷം കണ്ടെത്താനാണ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ ചേർത്ത് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചതും അതാണ്. നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തത് എനിക്ക് ചെയ്തു എന്നാണ്. തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്നത് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള വലിയ സമ്പത്തുള്ള ഒരാളല്ല, മറിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തു കൊടുക്കുക. സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകളെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും സഹായിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ബിഷപ്പിനെതിരെയാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ തൃക്കുടിത്താനം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കൊല്ലം സ്വദേശിനിയായിട്ടുള്ള വനിതാ യൂട്യൂബർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബിഷപ്പിന്റെ തീരുമാനം. കോട്ടയം മാടപ്പള്ളിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.